വിത്തിനായി എടുത്തു വെച്ചിട്ടുള്ള വെള്ളക്കൂവൽ നട്ടുകൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം നിലത്ത് ബെഡ് എടുത്തിട്ടും അതുപോലെ തന്നെ ചാക്കിലുമായിരുന്നു കൂവൽ നട്ടത്. എന്നാൽ കഴിഞ്ഞ വർഷം കൂടുതൽ വിളവ് കിട്ടിയത് ചാക്കിലായിരുന്നു. അതുകൊണ്ട് ഈ വർഷം ചാക്കിലാണ് കൂടുതലായിട്ടും കൂവ നട്ടുകൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെയുള്ള ചാക്കുകളാണ് എടുക്കുന്നത്. ഈ ചാക്കിന്റെ പ്രത്യേകത, ഇത് കുറച്ച് ഇങ്ങനെ ഇതിന്റെ ഒരു ഗ്യാപ്പുകളുണ്ട്, നല്ല ഗ്യാപ്പുള്ള ഒരു സൈസ് ചാക്കാണിത്. മറ്റു ചാക്കുകളെ പോലെ അടഞ്ഞ ചാക്കല്ല, അപ്പം വെള്ളം ഒന്നും ഓവറായിട്ട് ഇതിൽ നിൽക്കില്ല. ഈ ഗ്യാപ്പിലൂടെ ഒക്കെ വെള്ളം ഒലിച്ചു പോകാൻ സാധ്യത കൂടുതലുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാക്കുകൾ എടുത്തിട്ടുള്ളത്. ചാക്കുകൾ നമ്മൾ എന്ത് നടുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് ചാക്കിന്റെ അടിഭാഗം ഒന്ന് കെട്ടിവെക്കണം. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ മണ്ണും മറ്റുള്ള നിറച്ചതിന് ശേഷം ചാക്ക് ചെരിഞ്ഞ് വീഴാതിരിക്കാനാണ്. അടുപ്പിച്ച് വെക്കുന്ന സമയത്തൊക്കെ ചെരിഞ്ഞ് വീഴാതിരിക്കാനാണ് ഇതുപോലുള്ള കെട്ടിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ അടിഭാഗം കൂട്ടി കെട്ടിയതിനു ശേഷം ചാക്ക് നമ്മളൊന്ന് തിരിച്ച് ഇടണം. നമ്മൾ ഈ കെട്ടിയ ഭാഗം ഉൾഭാഗത്തോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചാക്ക് തിരിച്ചു വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി മണ്ണും മറ്റു കാര്യങ്ങളെല്ലാം ഇതിലിട്ടാലും ചാക്ക് നല്ല സ്റ്റഡി ആയിട്ട് നിന്ന് കിട്ടും. അതിനാണ് ചാക്ക് ഇങ്ങനെ വെക്കുന്നത്. ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ എന്ത് നടുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ അടിഭാഗത്ത് കരിയില നിറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ചാക്കിന്റെ ഒരു 1/4 ഭാഗത്തോളം കരിയില നിറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ധാരാളമായി കരിയിലുണ്ട്. ഈ കരിയിലകളെല്ലാം ഈ ചാക്കിന്റെ ഏകദേശം ഒരു ഇത്ര ഭാഗത്തോളെങ്കിലും കരിയില നിറച്ചു വെക്കുന്നുണ്ട്. കരിയില നിറച്ച ശേഷം ചാക്ക് ഇതുപോലെ ഒന്ന് തെരച്ചു വെക്കണം, മണ്ണിടാനൊക്കെ എളുപ്പത്തിനായിട്ടാണ്. അപ്പം ഇത്രയും കരിയിലൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ചാക്കിലും ഇതുപോലെ കരിയില നിറച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ചാക്ക് വെക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. നമ്മൾ കൂവ നടുന്നതും ആ ഭാഗത്തോട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടത്. അവിടെ സ്റ്റഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമ്മൾ കൊണ്ടുവന്ന ചാക്കുകളൊക്കെ ഇതുപോലെ നിരനിരയായി വെച്ചു കൊടുക്കുകയാണ്. കരിയില നിറച്ചതൊക്കെ ഇതുപോലെ നിരത്തി വെക്കുകയാണ്. ഈ ചാക്കുകളിൽ നിറയ്ക്കാനുള്ള മണ്ണാണിത്. ഇതിൽ മണ്ണും മണലും ഒരാഴ്ചക്ക് മുന്നേ കുമ്മായും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കണം. ജൈവവളം കൂടി ഇട്ടിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ചാക്കുകളിൽ നിറച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ ജൈവവളം കൂടെ ഇതിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇതുപോലെ നമ്മൾ ഇട്ട മണ്ണും മണലും കുമ്മായും എല്ലാം ഇതിലോട്ട് നല്ല രീതിയിൽ മിക്സായി വരണം. കുമ്മായ ഇട്ടത് കൊണ്ടാണ് ആദ്യം വളം ഇട്ട് കൊടുക്കുന്നത്. ഒരാഴ്ചക്ക് ശേഷമാണ് ഇപ്പൊ ഇതിലോട്ട് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നടുന്ന സമയത്തോടനുബന്ധിച്ചാണ് ഇപ്പൊ ജൈവവളം ഇട്ടിട്ടുള്ളത്. ജൈവവളം മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ ചാക്കിലേക്ക് മണ്ണിടുകയാണ്. ഒരു മീഡിയം ചാക്ക് എടുത്തുകൊണ്ട് ഏകദേശം ഒരു 1.5 കൊട്ട മതി. ഒരു ഫുൾ കൊട്ടയും ഒരു അരക്കൊട്ട മണ്ണും കൂടെ മതി ചാക്ക് നിറയാനായിട്ട്. നമ്മുടെ ചാക്കുകൾ അടിഭാഗം കെട്ടിയതുകൊണ്ട് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അടി കെട്ടി കൊടുത്തത്. ഇനി ചാക്കുകൾ നനയ്ക്കുന്ന സമയത്തും ഒന്നും ചെരിഞ്ഞു വീഴില്ല. മറ്റേതൊക്കെ നമ്മൾ ചാക്ക് ആദ്യം വെക്കും, നനകൾക്ക് ചെല്ലുന്ന സമയത്ത് ചാക്കുകൾ ചെരിഞ്ഞു വീഴും. ഏകദേശം ചാക്കുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ടുണ്ട്. അടുത്ത വിത്ത് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ വിത്തുകളാണ് നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് നടാനായിട്ട്. മറ്റേതൊക്കെ നമ്മൾ പൊടിയാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലെയുള്ള വിത്തുകളാണ് വെച്ചു കൊടുക്കുന്നത്. വിത്ത് നമുക്ക് ഇങ്ങനെ കിടത്തി വെച്ചു കൊടുത്താൽ മതി. നമ്മളെ മുളകൾ ഏത് സൈഡിലൂടെ വേണമെങ്കിലും വരും. എന്നാലും ഇത് മുകൾ ഭാഗം ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കിടത്തി വെച്ചു കൊടുക്കുകയാണ്. ഈ വേര് വരുന്ന ഭാഗമാണ് അടിഭാഗത്ത് വരുന്നത്. അതൊന്ന് മണ്ണിൽ താത്തി വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ വേര് വരുന്ന ഭാഗം താഴോട്ടും മുളയുള്ള ഭാഗം മുകളിലോട്ടായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഒന്നിൽ തന്നെ നമ്മൾ 5ഓളം വിത്തുകളാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിന് മുകളിൽ നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കണം. വിത്തൊന്ന് മൂടുന്ന രീതിയിൽ മണ്ണിട്ടായി, കൂടുതൽ മണ്ണിടണ്ട, എന്നാലും വിത്തൊന്ന് മൂടി കിട്ടുന്ന ഇത്. വിത്തുകൾ നമ്മൾ ഓരോ സൈഡിലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇതുണ്ടാകുന്ന സമയത്ത് കടകളെല്ലാം വിട്ട് വരാനാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ എല്ലാ വിത്തുകളും അടുപ്പിച്ച് വെച്ചു കൊടുത്താൽ ഒരു സ്ഥലത്ത് തന്നെ ആയിട്ട് കട വരും. അപ്പം അടുത്ത വർഷം ഉണ്ടാവുന്ന കൂവയുടെ അളവ് കുറയും. അതുകൊണ്ടാണ് വിട്ട് വെക്കുന്നത്.
കൂവയ്ക്ക് എല്ലാ സൈഡിൽ നിന്നും മുള പൊട്ടുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം കിടത്തി വെച്ച് കൊടുക്കാൻ ഏറ്റവും നല്ലത്. കുത്തനെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, മുള നോക്കി വെച്ച് കൊടുക്കേണ്ട, എല്ലാ സൈഡിൽ നിന്നും കൂവയ്ക്ക് മുളകൾ പൊട്ടുന്നതാണ്. ഈ ചാക്കുകളിലൊക്കെ ആദ്യം നിറച്ചു വെച്ചതാണ്. ഫാമിലെ കിട്ടുന്ന ഒഴിവുകളിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നത്. ഈ 2 ചാക്കിലും ഉള്ളത് കഴിഞ്ഞ വർഷത്തെ കടകൾ നട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ കടകൾ 2 നട്ടു, അത് ഉണങ്ങിയ കടകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നനച്ചു കൊടുത്തപ്പോൾ അതിന് മുളകളിലൊക്കെ നല്ല തെളിപ്പ് വന്ന് ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ നട്ട ചാക്കിലൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ബീൻസിന്റെ വിത്തും കൂടെ നട്ടിരുന്നു. അപ്പൊ ബീൻസ് എല്ലാം മുളച്ചിട്ടുണ്ട്. കൂവയിൽ മുള വന്ന് ഇലകൾ വരുന്നതിന് മുന്നായിട്ട് തന്നെ ബീൻസുകളൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇന്നത്തോടു കൂടി എല്ലാ കൂവകളും നട്ടു തീർന്നിട്ടുണ്ട്. ഇന്ന് നട്ടതിൽ നമ്മൾ ബീൻസിന്റെ വിത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് നട്ട ചാക്കുകളാണ്. അതിലൊക്കെ ഇത് ബീൻസിന്റെ വിത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. കൂവയിലൊക്കെ മുളയൊക്കെ വന്ന് സമയമെടുക്കും. അപ്പൊ ആ സമയത്തിന്റെ ഇടയ്ക്ക് ബീൻസ് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബീൻസിന്റെ വിത്തുകൾ ചാക്കുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ വർഷം കൂവ കൃഷി ചെയ്യുന്നവർ ഇതുപോലെ തന്നെ ചാക്കിൽ നട്ടു നോക്കൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചാക്കിൽ നട്ടിൽ നിന്നാണ് കൂടുതൽ വിളവും അതുപോലെ തന്നെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമായത്. അതുകൊണ്ടാണ് ഈ വർഷം മുഴുവനായിട്ട് ഞങ്ങൾ ചാക്കിൽ കൂവ കൃഷി ചെയ്തിട്ടുള്ളത്.